بسم الله الرحمن الرحيم كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق وقالوا ربنا عجل لنا قطنا قبل يوم الحساب. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1571 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كذبت قبلهم قوم نوح وعاد وفرعون ذو الأوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب وما ينظر هؤلاء إلا صيحة واحدة ما لها من فواق وقالوا ربنا عجل لنا قطنا قبل يوم الحساب. صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ ആളുകൾ അള്ളാഹുവിന്റെ ദൂതനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനായി അങ്ങനെ ഒരു വിശിഷ്ടമായ ദൗത്യം നിർവഹിക്കുവാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെടാൻ എന്ത് കൂടിയ യോഗ്യതയാണുള്ളത്? ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കെ, മക്കയിലെ പ്രമാണിമാരായ ആളുകളൊക്കെ ഉണ്ടായിരിക്കെ, ഇയാളെയാണോ ആ കാര്യം ഏൽപ്പിക്കുകയുണ്ടായത് എന്ന വിധത്തില് അള്ളാഹുവിന്റെ നടപടിയെ ചോദ്യം ചെയ്യുന്ന സ്വഭാവത്തിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചതിനെയാണ് അള്ളാഹു അവരെ ആക്ഷേപിക്കുന്ന വിധത്തിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മൾ വായിച്ച ആയത്തുകളിൽ പരാമർശിക്കുകയുണ്ടായത്. അള്ളാഹു ചോദിക്കുന്നത്, അവരുടെ കയ്യിലാണോ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും ഒക്കെ ഖജനാവിന്റെ കൈകാര്യകർത്തൃത്വം അത് അവരുടെ കയ്യിലാണോ? അവരാണോ അതിന്റെ ആളുകൾ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ നിയന്ത്രണം അവരുടെ കയ്യിലാണോ? എങ്കിൽ ഫല്യർതഖൂ ഫിൽ അസ്ബാബ്, അവര് വല്ല കാരണങ്ങളും വല്ല മാധ്യമവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കയറിപ്പോകട്ടെ. അള്ളാഹുവിന്റെ സിംഹാസനം, അള്ളാഹുവിന്റെ അധികാര നിയന്ത്രണ കേന്ദ്രം കൈയടക്കുന്നതിനു വേണ്ടി അവര് മേലോട്ട് കയറിപ്പോകട്ടെ എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയോ നിർദ്ദേശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ യാഥാർത്ഥ്യം അവര് സങ്കല്പിക്കുന്നതിൽ നിന്ന് വളരെ വിദൂരമാണ്.
ജുൻദും മാ ഹുനാലിക മഹ്സൂമുൻ മിനൽ അഹ്സാബ്. പരാജയപ്പെടുത്തപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ പരാജയം ഏറ്റുവാങ്ങേണ്ട സംഘങ്ങളിൽ ഇവിടെ തന്നെ വെച്ച് പരാജയപ്പെടാനിരിക്കുന്ന ഒരു സൈന്യം മാത്രമാണ് ഇവര് എന്നാണ് മക്കയിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മക്ക വിജയം സംഭവിക്കുന്ന സന്ദർഭത്തിൽ യാഥാർത്ഥ്യമായി പുലരുകയുണ്ടായ ഒരു പ്രവചനമാണ് നമുക്ക് ഈ ആയത്തില് കാണാൻ സാധിക്കുന്നത്. ഈ ആളുകളുടെ സംസാരവും നിലപാടും അവരുടെ പ്രതികരണവും ഒക്കെ അള്ളാഹുവിന്റെ മുന്നില് വലിയ കിബറ് കാണിച്ചുകൊണ്ടുള്ള, ധാർഷ്ട്യവും നിഗളിപ്പും കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ആരെ ദൈവിക ദൂതനായി നിയോഗിക്കണം, ആരെ നിയോഗിച്ചുകൂടാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആകാശഭൂമികളിലെ സകല സംഗതികളുടെയും മേലുള്ള അധികാരവും നിയന്ത്രണവും ഇവർക്കാണ് എന്നതാണല്ലോ. അള്ളാഹുവിന് ഇക്കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമെടുക്കാൻ അധികാരമില്ല. അതൊക്കെ ഇവര് കരുതുന്ന പോലെ, ഇവര് ഉദ്ദേശിക്കുന്ന പോലെയാണ് വേണ്ടത് എന്നതാണല്ലോ അവരുടെ മനസ്സിലിരിപ്പ്. അങ്ങനെയാണെങ്കിൽ അവര് അള്ളാഹുവിന്റെ അധികാര കേന്ദ്രത്തിലേക്ക്, അള്ളാഹുവിന്റെ അർശിലേക്ക്, അള്ളാഹുവിന്റെ കുർസിയിലേക്ക് അങ്ങ് കയറി പോകട്ടെ. ഇതാണ് അള്ളാഹുവിടെ പറയുകയുണ്ടായത്. പക്ഷെ യാഥാർത്ഥ്യം അവര് സങ്കല്പിക്കുന്നതിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമാണ്. ഇവിടെ തന്നെ ഈ മണ്ണിൽ, ഈ ഭൂപ്രദേശത്ത് തന്നെ പരാജയം ഏറ്റുവാങ്ങാനിരിക്കുന്ന ഒരു സംഘം മാത്രമാണ് ഇവര്. പല സംഘങ്ങളും അള്ളാഹുവിന്റെ ദൂതന്മാർക്ക് എതിരിൽ രംഗത്ത് വന്നത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവയെ പൊതുവായി അള്ളാഹു പരാമർശിക്കുന്നത് അൽ അഹ്സാബ് എന്ന പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും വിശ്വാസികൾക്കും എതിരിൽ പടപ്പുറപ്പാട് നടത്തിയ ഒരുപാട് സംഘങ്ങൾ, മക്കയിലും നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ ആയിട്ട് രംഗത്ത് വന്ന സംഘങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടും ഖുർആനില് അൽ അഹ്സാബ് എന്ന് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. സൂറത്തുൽ അഹ്സാബ് ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്ന സൂറത്താണ്. അപ്പൊ ഇവിടെ ദൈവിക ദൂതന്മാർക്ക് എതിരിൽ രംഗത്ത് വന്ന, സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന, ദൈവിക ദൃഷ്ടാന്തങ്ങളെ കാറ്റിൽ പറത്തുന്ന നിലപാട് സ്വീകരിച്ച, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കൈകോർത്ത് സംഘടിച്ച് രംഗത്ത് വന്ന ആളുകളെ പരാമർശിക്കാനാണ് അൽ അഹ്സാബ് എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട ചില വിഭാഗങ്ങളെ അള്ളാഹു പരാമർശിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ. ഈ കൂട്ടര്, ഈ അഹ്സാബില് പെട്ട ഈ ഒരു സംഘം, അത് അവരുടെ ഒരു ചെറു സംഘം, ഒരു ചെറു സൈന്യം മാത്രമാണ്. അവരിവിടെ തന്നെയാണ് പരാജയപ്പെടുത്തപ്പെടാൻ പോകുന്നത് എന്നുകൂടി അള്ളാഹു ഇവിടെ ഒരു പ്രവചനം എന്ന നിലക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകൾ നോക്കാം. കദ്സബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വഫിർഔനു ദുൽ ഔതാദ്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ പരാമർശിക്കപ്പെട്ട അഹ്സാബ്, അൽ അഹ്സാബ് എന്ന വിഭാഗത്തിലെ വേറെ ചില സംഘങ്ങളെ അള്ളാഹു പരാമർശിക്കുകയാണ് ഇവിടെ. കദ്സബത് ഖബ്ലഹും, ഈ മക്കയിലെ നിഷേധികളായ ഇപ്പോ രംഗത്തുള്ള ആളുകളുടെ മുമ്പ്, ഇവരൊക്കെ രംഗത്ത് വരുന്നതിന്റെ ഒക്കെ മുമ്പ് നിഷേധികളാവുകയുണ്ടായിട്ടുണ്ട്. ഖൗമു നൂഹിൻ, ഒന്നാമത് പരാമർശിക്കപ്പെടുന്നത് നൂഹിന്റെ ജനത എന്ന് പറഞ്ഞുകൊണ്ടാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം പ്രവാചകനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു സമൂഹമായിരുന്നു. അവരെയാണ് ഇവിടെ ഖൗമു നൂഹ് എന്ന വിധത്തിൽ ഈ അഹ്സാബിന്റെ ഭാഗമായിട്ട് അള്ളാഹു പരാമർശിക്കുന്നത്. അവര്
നിഷേധികളായി മാറിയവരായിരുന്നു. കദ്ദബത്ത് ഖൗമു നൂഹിൻ, നൂഹിന്റെ കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ, ഇവർക്ക് മുമ്പ് നിഷേധികളായ ഒരു കൂട്ടരാണ് നൂഹിന്റെ ജനത. അതുപോലെ ആദ് സമൂഹം. മൂന്നാമത് പരാമർശിക്കുന്ന ഫിറൗനും അതുപോലെ ഫിറൗനെ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ട് അള്ളാഹു പറയാണ് ദുൽ ഔതാദ്, സ്തംഭങ്ങളുടയവനായ ഫിറൗൻ. അപ്പൊ 3 സമൂഹങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒന്നാമതായിട്ട് ഖൗമു നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം കാണിച്ച കുഫ്റും നിഷേധവും ഒക്കെ വിശദമായിട്ട് നമ്മൾ പിന്നിട്ട പല സൂറത്തുകളിലും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ ഒരു പക്ഷേ ജനവാസം ഉണ്ടാകുന്നതിന്റെയും മുമ്പ് മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് അറേബ്യയിലേക്ക് വേണ്ടത്ര ആളുകൾ വ്യാപിക്കുന്നതിന് മുമ്പായിരിക്കണം മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് കേന്ദ്രമാക്കിക്കൊണ്ട് താമസിച്ചിരുന്ന മനുഷ്യ സമൂഹത്തിലെ ആദ്യ സെറ്റിൽമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആദം അലൈഹിസ്ലാമിന്റെ കാലം മുതൽ നൂഹ് അലൈഹിസ്ലാമിന്റെ കാലം വരെയുള്ള ആ സമൂഹം ഒരേ ഒരു ഉമ്മത്തായിട്ടാണ് ഭൂമുഖത്ത് അധിവസിക്കുകയുണ്ടായത് എന്നത് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്ലാമിന്റെ കാലത്തെ ആളുകൾ കാണിച്ച ധിക്കാരവും സത്യനിഷേധ നിലപാടും ഒക്കെ കാരണമായുണ്ടായ ദൈവിക നടപടിയെ തുടർന്നാണ് ലോകത്ത് പല ഭാഗങ്ങളിലേക്കായിട്ട് മനുഷ്യ സമൂഹം വ്യാപിക്കുന്നത്. അത് പ്രളയത്തെ തുടർന്നുള്ള ഒരു സംഭവമാണ്. അപ്പൊ നൂഹ് അലൈഹിസ്ലാമിന്റെ സമൂഹമാണ് ഖുർആൻ വിവരിക്കുന്ന അള്ളാഹുവിനോട് ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ കാണിച്ചുകൊണ്ട് നിഷേധികളായി രംഗത്ത് വന്ന, അതിന്റെ പേരിൽ ദൈവിക നടപടി നേരിടേണ്ടി വന്ന ആദ്യത്തെ സമൂഹം. അതിനെ തുടർന്ന് അറേബ്യയിൽ ഏറ്റവും പൗരാണികരായ സമൂഹം ഹൂദ് അലൈഹിസ്ലാമിന് അള്ളാഹു നിയോഗിച്ചയച്ചിരുന്ന ആദ് സമൂഹം. ഈ ആദ് സമൂഹത്തെ കുറിച്ചും അവരുടെ നിലപാടുകളെ കുറിച്ചൊക്കെ വിശദമായി ഖുർആൻ പരാമർശിച്ച് നമ്മൾ പലപ്പോഴായിട്ട് വിശദീകരിച്ചതാണ്. അറേബ്യയിലാണ്, ഇന്നത്തെ അറേബ്യയുടെ ഭാഗമായ സൗദി അറേബ്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളാണ് ആദ് സമൂഹത്തിന്റെ അധിവാസ കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത്. അവര് ധിക്കാരികളും നിഷേധികളുമായി മാറിയപ്പോ അവർക്കെതിരിൽ ദൈവിക നടപടി ഉണ്ടായി. അവര് ഒരു സമൂഹം എന്ന നിലക്ക് നൂഹിന്റെ സമൂഹത്തെ പോലെ തന്നെ നശിപ്പിക്കപ്പെടുകയായിരുന്നു. അതുപോലെ ഫിറൗനു ദുൽ ഔതാദ്, വലിയ സ്തംഭങ്ങളുടെ ഉടയവനായ, സ്തംഭങ്ങളുള്ളവനായിരുന്ന ഫിറൗൻ എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഫിറൗന്റെ അധികാര വ്യാപ്തി വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ദുൽ ഔതാദ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദുൽ ഔതാദ് എന്ന് പറഞ്ഞാൽ വലിയ ആണികൾ അടിച്ചിറക്കിയിട്ട് ഉണ്ടാക്കിയിരുന്ന സ്തൂപങ്ങളുടെയും സ്തംഭങ്ങളുടെയും ഒക്കെ ആള് എന്നാണ് ആ പദം നൽകുന്ന സൂചന. എന്ന് പറഞ്ഞാൽ വലിയ സൈനിക ശേഷി, ആൾബലം, അധികാരം കാണിക്കാനുള്ള, അധികാരം പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടിപ്പിക്കാനുള്ള പല ലക്ഷണങ്ങളും കൂടെ ഉണ്ടായിരുന്ന വലിയൊരു ചക്രവർത്തിയായിരുന്നു ഫിറൗൻ. ഫിറൗന്റെ സൈന്യം ആ കാലഘട്ടത്തിലെ ഒരു പടുകൂറ്റൻ സൈന്യമായിരുന്നു. ആ സൈന്യത്തിന് തമ്പടിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ടിരുന്ന തമ്പുകളുടെ സ്തംഭങ്ങളായിട്ട് അതിന് ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയിറക്കിയിരുന്ന വലിയ ഇരുമ്പ് ആണികളെ പരാമർശിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ ദുൽ ഔതാദ് എന്ന പ്രയോഗം വരുന്നത്. ഇനി അതല്ലെങ്കിൽ ഫിറൗന്റെ അധികാര വ്യാപ്തിയില്, അയാളുടെ സമഗ്രാധിപത്യത്തിന്റെ കീഴില്
അയാളുടെ അധികാരത്തിന്റെ അടയാളപ്പെടുത്തലായിട്ട് ആ കാലഘട്ടത്തില് ശ്രദ്ധയാകർഷിച്ചിരുന്ന വലിയ നിർമ്മിതികളെ, വലിയ കെട്ടിടങ്ങളെയൊക്കെ ആയിരിക്കണം ഇത് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി അതുമല്ലെങ്കിൽ ചരിത്രത്തില് അവശിഷ്ടങ്ങളായിട്ട് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന പിരമിഡുകൾ പോലെയുള്ള ഫറോവയുടെ കാലത്ത് പണിതുയർത്തപ്പെട്ടിരുന്ന പല സ്തംഭങ്ങളും അല്ലെങ്കിൽ പല കെട്ടിടങ്ങളും പല സ്മാരകങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സഹസ്രാബ്ദങ്ങളോളം കേടുപാടുകൾ സംഭവിക്കാതെ നിലനിൽക്കുന്ന അത്തരം നിർമ്മിതികൾ ഭൂമിക്കടിയിലേക്ക് വളരെ ആഴത്തില് സ്റ്റെബിലിറ്റി നൽകുന്ന വിധത്തിലുള്ള ആണി ഇറക്കിക്കൊണ്ട് പണിതുയർത്തപ്പെട്ട നിർമ്മിതികളെ, കെട്ടിടങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്തംഭങ്ങളെയൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന നിലക്ക് മനസ്സിലാക്കാം. എന്തായാലും ഫിറോവിന്റെ അധികാര വ്യാപ്തിയും അയാളുടെ സമഗ്രാധിപത്യ പ്രകൃതവും ഒക്കെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ് ദുൽ ഔതാദ് എന്നത്. ലക്ഷക്കണക്കിന് വരുന്ന സൈനികരുടെ കീഴില് ഒരു സമൂഹത്തെ അടിച്ചമർത്തിക്കൊണ്ട് നിലകൊള്ളാൻ, അധികാരം വാഴാൻ സാധിച്ചിരുന്നു എന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നതായും വേണമെങ്കിൽ ഈ പ്രയോഗത്തെ മനസ്സിലാക്കാവുന്നതാണ്. അത് കെട്ടിട നിർമ്മാണമോ സ്തംഭങ്ങളോ ഒന്നുമായിട്ട് കാണണമെന്നില്ല. അല്ലാതെ തന്നെ പ്രതീകാത്മകമായി ഫറോവയുടെ വളരെ ഒപ്രസീവായിട്ടുള്ള ഹെജിമണിയെ, ആ അധികാര ശേഷിയെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമായിട്ട് മനസ്സിലാക്കാം. കൃത്യമായിട്ട് ദുൽ ഔതാദ് എന്ന് വെച്ചാൽ എന്താണ് എന്നത് നമുക്ക് പറയാൻ വയ്യ. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കദ്ദബത്ത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദുൻ വഫിർഔനു ദുൽ ഔതാദ്. അപ്പൊ വലിയ സ്തംഭങ്ങളുടെ ഉടമയായ അല്ലെങ്കിൽ സ്തംഭങ്ങളുടയവനായ ഫിറൗനും ആദും അതുപോലെ നൂഹിന്റെ ജനതയും ഒക്കെ നിഷേധികളായി മാറിയവര് തന്നെയാണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികരെ കേൾപ്പിക്കുന്ന കാര്യമാണ്. അവര് നിഷേധികളായിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോ പൂർവിക സമൂഹങ്ങളിൽ നിഷേധികളായി നിലകൊണ്ട, അള്ളാഹുവിന്റെ നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന സമൂഹങ്ങളെയാണ് അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. വസമൂദു വഖൗമു ലൂത്തിൻ. തുടർന്ന് വേറെയും ചില സമൂഹങ്ങളെ അള്ളാഹു പരാമർശിക്കുകയാണ്. ഈ അൽ അഹ്സാബ് എന്ന വിധത്തിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്മാരെ കളവാക്കി തള്ളിക്കളഞ്ഞ സമൂഹങ്ങളുടെ കൂട്ടത്തില് സമൂദ് സമൂഹവും. നമ്മൾ പലപ്പോഴും സാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹമായിട്ട് അറിയപ്പെടുന്ന സമൂദിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മദായിൻ സാലിഹ് പ്രദേശത്ത് അധിവസിച്ചിരുന്ന അറേബ്യയിലെ അൽ ഹിജർ എന്നോ അല്ലെങ്കിൽ അൽ ഉല എന്നൊക്കെ അറിയപ്പെടുന്ന ഭൂപ്രദേശങ്ങളുമായി അടുപ്പമുള്ള ഇടങ്ങളിലാണ് ഈ കൂട്ടർ താമസിച്ചിരുന്നത്. നമ്മളതിന്റെ വിശദാംശങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അവര് പർവ്വതങ്ങൾ തുരന്ന് അതിനകത്ത് വാസയോഗ്യമായ ഭവനങ്ങൾ ഉണ്ടാക്കിയ കാര്യവും അത് അവരുടെ വലിയ കരുത്തിന്റെ ഒരു ലക്ഷണമായി മനസ്സിലാക്കപ്പെട്ടിരുന്നതൊക്കെ നമ്മൾ അതേക്കുറിച്ചൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ് പലപ്പോഴും. സമൂദ് ഖൗമു ലൂത്തിൻ. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സമകാലികനായിരുന്ന, അദ്ദേഹത്തിന്റെ പിതൃ സഹോദര പുത്രനായിരുന്ന ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ചാവുകടലിനടിയിൽ ആണ്ടുപോയിട്ടുള്ള സൊഡോം ഗൊമോറ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇടങ്ങളിലേക്കാണ് ലൂത്ത് അലൈഹിസ്സലാം ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെടുകയുണ്ടായത് എന്നത് ഖുർആനിലെ സൂചനകളും ബൈബിളിലെ പരാമർശങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ലൂത്ത് അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ച അദ്ദേഹത്തിന്റെ ജനത, അസ്ഹാബുൽ ഐക്ക,
അസ്ഹാബുൽ ഐക്കയും അൽ ഐക്ക എന്ന പേരിൽ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പരാമർശിക്കുന്ന ഒരു സമൂഹം. ഷുഐബ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടിരുന്ന മദിയൻ പ്രദേശം യഥാർത്ഥത്തിൽ ഹിജാസിനും ഷാമിനും ഇടക്കുള്ള ഒരു വലിയ യാത്രാ മാർഗത്തിലുള്ള ഒരു പ്രദേശമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചതാണ്. മദിയനിലേക്കാണ് ഷുഐബ് അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടിരുന്നത്. മദീനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു വൃക്ഷനിബിഡമായ ഒരു പ്രദേശമായിട്ടാണ് ഐക്കയെ മനസ്സിലാക്കപ്പെടുന്നത്. അൽ ഐക്ക എന്നത് ഭാഷാപരമായിട്ട് വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ഇടം എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ അസ്ഹാബുൽ ഐക്ക എന്ന് സൂചിപ്പിക്കുന്നത് ഷുഐബ് അലൈഹിസ്സലാം ദൗത്യം നിർവഹിച്ച മദിയൻ പ്രദേശത്തിനോട് അടുത്ത് തന്നെയുള്ള അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം ഉണ്ടായ ഒരു പ്രദേശമായിട്ടാണ് ഈ അൽ ഐക്കയെ മനസ്സിലാക്കപ്പെടുന്നത്. ഇവിടെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനില് അൽ ഐക്ക എന്നതിൽ അലിഫ് ഇല്ലാതെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. അതതിന്റെ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൂചനയാണ്. എല്ലായിടത്തും അങ്ങനല്ല, മിക്ക സന്ദർഭങ്ങളിലും അത് അലിഫ് ലാം ചേർന്നിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ അലിഫ് ലാമിലെ അലിഫ് നമുക്ക് കാണാൻ കഴിയില്ല. വേറെയും ഒരു സന്ദർഭത്തിൽ കൂടി അങ്ങനെ ഖുർആനിൽ അലിഫ് ഇല്ലാതെ അൽ ഐക്ക പരാമർശിക്കുന്നുണ്ട്. അത് ലിപി സ്റ്റാൻഡേർഡൈസ് ചെയ്തവര് അതിന്റെ പാരായണത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് അൽ ഐക്ക എന്ന് ഉച്ചരിക്കുന്നതിനേക്കാളേറെ ഈ ഒരു സന്ദർഭത്തിൽ അസ്ഹാബുൽ ഐക്ക എന്ന് ഉച്ചരിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കപ്പെട്ടു വന്നിരുന്നത്. അസ്ഹാബുൽ ഐക്ക എന്ന് പറയുന്നതിന് വ്യത്യസ്തമായി അസ്ഹാബുൽ ഐക്ക എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അലിഫ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് അത് സംബന്ധമായിട്ട് ചില സ്രോതസ്സുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോ സമൂദ് സമൂഹം, ലൂത്ത് അലൈഹിസ്ലാമിന്റെ സമൂഹം, അതുപോലെ ഐക്കവാസികൾ, ഈ ഐക്കവാസികൾ ഞാൻ സൂചിപ്പിച്ചു ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും ഒക്കെ അടങ്ങിയ അറേബ്യയിലെ പ്രദേശങ്ങൾ, അതിനും സിറിയയുടെ ലെവാൻഡ് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ ഷാമ് പ്രദേശം, സിറിയൊക്കെ ഉൾപ്പെടുന്ന സിറിയ, ജോർഡാൻ പോലെയുള്ള പ്രദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ലെവാൻഡ് പ്രദേശം, ഈ രണ്ട് കേന്ദ്രങ്ങൾക്കും ഇടയിലായുള്ള ഒരു വലിയ അന്തർദേശീയ പാത, ആ പാതയോരത്താണ് ഈ മദിയൻ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു വൃക്ഷനിബിഡമായ ഒരു പ്രദേശമാണ് അൽ ഐക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മദിയൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണവും കാണാം. അല്ലെങ്കിൽ മദിയനിന്റെ ഒരു ഭാഗമായ വൃക്ഷങ്ങൾ ഇടതൂർന്നുള്ള ഒരു ജംഗിൾ പോലെയുള്ള പ്രദേശം എന്ന നിലക്കും അതിനെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോ ഈ സമൂഹത്തിന്റെ ചില ശ്രദ്ധേയമായ അവരുടെ അപജയത്തിന് അല്ലെങ്കിൽ അവർക്കെതിരെ ദൈവിക നടപടി ഉണ്ടാവുന്നതിന് കാരണമായ ചില കാര്യങ്ങൾ ഖുർആൻ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വലിയ സാമ്പത്തിക കൃത്രിമത്വം കാണിച്ചുകൊണ്ടിരുന്ന, അളത്തത്തിലും തൂക്കത്തിലും ഒക്കെ വലിയ കറപ്ഷൻ ഉണ്ടായിരുന്ന ഒരു സമൂഹം, അവര് നിഷേധികളുമായിരുന്നു. അതേപോലെ തന്നെ വലിയ ധിക്കാരമൊക്കെ കാണിച്ചുകൊണ്ട് ഷുഐബ് അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന ഒരു സ്വഭാവം നിരന്തരം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത കാര്യം പിന്നിട്ട പല സൂറത്തുകളിലും അള്ളാഹു അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ കാര്യം ഈ സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് സൂറത്തുൽ ഹിജറിലും അതുപോലെ സൂറത്തു ഷുഅറയിലും സൂറത്ത് ഖാഫിലും ഒക്കെ ചില കാര്യങ്ങൾ അള്ളാഹു പറയുന്നത് കാണാൻ സാധിക്കും.
അപ്പോ ഐക്യവാസികൾ എന്നതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത് ഈ മദിയൻ സമൂഹം തന്നെയാണ്, അല്ലെങ്കിൽ മദിയൻ സമൂഹത്തിന്റെ ഭാഗമായ വൃക്ഷനിബിഡമായ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ പേരുകളൊക്കെ, ഈ സമൂഹങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഉലായിക്കൽ അഹ്സാബ്, ഇവരാണ് ആ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷേധികളായി നിലക്കൊണ്ട പ്രവാചകന്മാരുടെ സാന്നിധ്യത്തിൽ പോലും സത്യം മൂടിവെക്കാനും നിഷേധികളായി മാറാനും തുനിഞ്ഞ സമൂഹങ്ങൾ. അള്ളാഹുവിന്റെ നടപടി അവരെ തേടി എത്തുകയുണ്ടായി. അങ്ങനെയുള്ള സമൂഹങ്ങൾ ഉലായിക്കൽ അഹ്സാബ്, ദൈവിക നടപടി ഏറ്റുവാങ്ങേണ്ടി വന്ന ആ സംഘങ്ങൾ, ആ കൂട്ടര് ആളുകൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ ഇവയായിരുന്നു. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുൽ, ഇവരിൽ ഓരോ കൂട്ടരും തന്നെയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതനെ നിഷേധിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ദൂതന്മാരെ നിഷേധിക്കുകയുണ്ടായി. ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുൽ, ഒരു പ്രവാചകനെ നിഷേധിക്കുന്നത് എല്ലാ പ്രവാചകന്മാരെയും നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്നതാണ് ഖുർആൻ നൽകുന്ന ഒരു സൂചന. ഈ സമൂഹങ്ങൾ ഒരുപാട് പ്രവാചകന്മാരെ ഒന്നും പ്രത്യക്ഷത്തില് നിഷേധിച്ചിട്ടുണ്ടാവില്ല. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെയാണ് അവര് നിഷേധിച്ചിട്ടുള്ളത്. പക്ഷെ അള്ളാഹു അവരെ ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുൽ എന്ന വിധത്തില് ബഹുവചനം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. അവരൊക്കെയും തന്നെ ദൂതന്മാരെ കളവാക്കിയവരാണ്, നിഷേധിച്ചവരാണ് എന്നത്. കാരണം എല്ലാ ദൂതന്മാരും നിർവഹിച്ചത് ഒരേ ദൗത്യവും ഒരേ ദൗത്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഓരോ ദൂതനും വന്നിട്ടുള്ളതും എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ബഹുവചനം ഉപയോഗിച്ചതിന്റെ സാങ്കത്യം നമുക്ക് ഉൾക്കൊള്ളാനാകും. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇൻ കുല്ലുൻ ഇല്ലാ കദ്ദബർ റുസുൽ, ഇവരൊക്കെയും തന്നെ ദൂതന്മാരെ കളവാക്കുകയായിരുന്നു. ഫഹഖ ഇഖാബ്, അത് കാരണമായി ദൈവിക ശിക്ഷ അർഹിക്കുന്നവരായി മാറി, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ദൈവിക ശിക്ഷ യാഥാർത്ഥ്യമായി മാറി. ഫഹഖ ഇഖാബ് എന്നാണ് പറഞ്ഞത്. ഇഖാബ് എന്ന് പറഞ്ഞാൽ ആഖിബത്തിന്റെ വേറെ രൂപമാണ്, ദൈവിക നടപടി, അനന്തരഫലം. അപ്പോ അവരുടെ കാര്യത്തില് ആഖിബത്ത് അവരുടെ ഹെക്കായി മാറി, അവരുടെ അവകാശമായി അല്ലെങ്കിൽ അർഹതയായി മാറി എന്നാണ് ഒരു വായന. മറ്റൊരു ആംഗിളില് അതിനെ വായിക്കുമ്പോൾ ഈ ആഖിബത്ത് ഇഖാബ് അവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി മാറി എന്നാണ്. ഹക്കിന് യാഥാർത്ഥ്യം എന്ന അർത്ഥമുണ്ട്, അവകാശം എന്നും അർഹത എന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഇതൊക്കെയും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്. ഫഹഖ ഇഖാബ്, ഇഖാബ് അവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി പുലർന്നു കഴിഞ്ഞു, സംഭവിച്ചു. അത് അവരുടെ അർഹതയായിരുന്നു, അവര് അർഹിക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു, അത് സത്യമായി പുലരുകയും ചെയ്തു എന്നൊക്കെയുള്ള അർത്ഥം ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഫഹഖ ഇഖാബ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ്, വമാ യൻദുറു ഹഉലാഇ ഇല്ലാ സൈഹത്തും വാഹിദ. ഇനി ഈ കൂട്ടരുണ്ടല്ലോ, മക്കയിലെ നിഷേധ നിലപാട് സ്വീകരിക്കുന്ന, അള്ളാഹുവിന്റെ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും ഒക്കെ സംസാരിക്കുന്ന ഈ ആളുകൾ, ഞങ്ങൾ ഈ പ്രമാണിമാരൊക്കെ ഉണ്ടായിട്ടും ഇവനാണോ ദൈവിക വെളിപാടുകൾ അവതരിപ്പിച്ചു കൊടുക്കുകയുണ്ടായത് എന്നൊക്കെ ചോദിച്ച ആളുകൾ, ആ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വമാ യൻദുറു ഹഉലാഇ, ഈ കൂട്ടരുണ്ടല്ലോ, ഇവരിനി കാത്തിരിക്കുന്നത് ഇല്ലാ സൈഹത്തും വാഹിദ, ഇതുപോലെ പൂർവിക അഹ്സാബുകളിൽ പെട്ട വിഭാഗങ്ങള് അനുഭവിക്കേണ്ടി വന്ന വിധത്തിലുള്ള ഒരു സൈഹത്ത്, ഒരൊറ്റ അട്ടഹാസം, ഒരൊറ്റ ഘോര ഗർജനം, അത് മാത്രമാണ് ഇവർ കാത്തു നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതല്ലാത്ത യാതൊന്നും ആവശ്യമില്ല. ഇവരുടെ ഈ നികളിപ്പും പിടച്ചിലും ഒക്കെ കണ്ടാൽ തോന്നുക ഇവരെയൊക്കെ അങ്ങ് നശിപ്പിച്ച് തുടച്ചു നീക്കാൻ അള്ളാഹു ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നാണ്. പക്ഷെ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഒരു സൈഹത്ത്, ഒരു ഘോര ഗർജനം, ഒരൊറ്റ ശബ്ദം, അതേ വേണ്ടതുള്ളൂ. മാ ലഹാ മിൻ ഫവാഖ്, അതിനൊരു ഇടവേള പോലും നൽകപ്പെടുന്നതല്ല. മറ്റൊരു രണ്ടാമതൊരു ശബ്ദം, ഘോര ഗർജനം വേണ്ടി വരൂല. ഇനി
ഒരു ആദ്യത്തെ ഈ ഘോര ഗർജനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ കാത്തും കണ്ടി വരുമോ? അതൊന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവര് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ഒരു സ്വൈഹത്ത് അവരതാ വീണ് ചത്ത് മലർന്ന് കിടക്കുന്നുണ്ടാവും. ഇതായിരിക്കും അവസ്ഥ. മാലഹ മിൻ ഫവാഖ്. ഒരു ഫവാഖ് പിന്നെ വേണ്ടി വരൂല. ഫവാഖ് എന്ന് പറഞ്ഞാൽ ഈ സ്വൈഹത്ത് ഉണ്ടായതിനെ തുടർന്നുള്ള ഒരല്പം സമയമാണ്. ഇത് അറബി ഭാഷയില് ഈ ഒട്ടകത്തിനെ പാല് കറന്നെടുത്തു കഴിഞ്ഞാല് അതിന്റെ അകിട് കാലിയായ ഒരു നിമിഷം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ കരുതാൻ പോലും സമയം ലഭിക്കാത്ത വിധത്തിൽ ഉടനെ ഒട്ടകം പാല് ചുരത്തിയിട്ടുണ്ടാവും. അപ്പൊ അകിട്ടില് ഒരു തുള്ളിയെങ്കിലും പാല് ഉടനെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. അത്രയും ഞൊടിയിടയില് ഒട്ടകത്തിന്റെ അകിട്ടിൽ നിന്ന് പാല് കറന്നെടുത്തു കഴിഞ്ഞാല് ആ ഉടനെ തന്നെ ഒരല്പം കാത്തു നിൽക്കാതെ തന്നെ അവിടെ പാല് ചുരത്തിയിട്ടുണ്ടാവും. അപ്പൊ അത്രയും ക്യുക്കായിട്ടുള്ള ഒരു സംഗതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഫവാഖ് എന്ന പ്രയോഗം അറബി ഭാഷയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് മാലഹ മിൻ ഫവാഖ് എന്നാണ്. ഈ കൂട്ടർ കാത്തു നിൽക്കുന്നത് ഒരു സ്വൈഹത്തും വാഹിദത്തിനു വേണ്ടി മാത്രമാണ്. ഇവരുടെ ഈ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ അടങ്ങാൻ ആകെ വേണ്ടത് ഒരു ഘോര ഗർജനം മാത്രം. ആ ഘോര ഗർജനം നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവര് ചത്തൊടുങ്ങാൻ ഒരുപാട് സമയം വേണം. ഒരു ഫവാഖ് പോലും വേണ്ട എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. മാലഹ മിൻ ഫവാഖ്. രണ്ടാമതൊരു ഗർജനം വേണ്ട. ഇനി ആദ്യത്തെ ഗർജനം ഉണ്ടായിട്ട് ഒന്ന് ശ്വാസം അയക്കാനുള്ള ഒരു സമയം ആവശ്യമുണ്ടോ? അതുപോലും വേണ്ട. മാലഹ മിൻ ഫവാഖ്. ഒരു ഫവാഖിന്റെ ഡിലേ പോലും പിന്നെ അവർക്കുണ്ടാവുകയില്ല. ഒരു സ്വൈഹത്ത്, ഒരു ഘോര ഗർജനം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു. അത്രയേ ഉള്ളൂ. അത്രയും ഒരു നിമിഷം മാത്രമാണ് അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന്റെ ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടത്. അതിനെ തുടർന്ന് ഒരു ഫവാഖ് പോലും എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ അകിട്ടില് പാല് ചുരത്തി വീഴാൻ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ഒട്ടകത്തിന് കറന്നെടുത്തു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ആ ഒരു സമയം പോലും വേണ്ട ഇവരുടെ കാര്യം തീർന്നു എന്ന് തീർപ്പാക്കാൻ എന്നാണ് ഇവിടെ നൽകുന്ന സൂചന. എന്നിട്ടോ അതാണ് വസ്തുത എന്നിരിക്കെ പോലും ഇവർ പറയുന്നത് എന്താ? അതാണ് ഏറ്റവും ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം. വഖാലു, അവര് പറയുന്നത് ഇവരുടെ കാര്യത്തില് ഇവരുടെ ഈ ഞെളിച്ചിലൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ ആകെ ഒരു സൈഹത്ത്, ഒരു ഘോരഗർജനമേ വേണ്ടതുള്ളൂ. അതിനെ തുടർന്ന് ഒരു സെക്കൻഡുകളുടെ റെസ്പൈറ്റ് പോലും ആവശ്യമില്ല. അത്രയും ക്യുക്കായിട്ട് ആ സൈഹത്തുണ്ടാകലും ഇവര് ചത്തുവീഴലും ഒരുമിച്ചായിരിക്കും. അതാണ് നൽകപ്പെടുന്ന സൂചന. അതിനെ തുടർന്ന് പിന്നെ വീണ്ടും ഒരു ഗർജനം എന്നൊരു സംഗതി ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കാത്തു നിൽക്കേണ്ട ഒരു സമയവും ആവശ്യമില്ല. എന്നാൽ അതാണ് ഇവർ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടത്. അത് മാത്രമേ ഇവർക്ക് കാത്തു നിൽക്കാനുള്ളൂ എന്നാണ് അള്ളാഹു കൂടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് വഖാലു, ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ തന്നെ അവർ പറയുന്നത് ഇങ്ങനെയാണ്. റബ്ബന അജ്ജിൽ ലനാ ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ്. ഇതൊരു ദുആ ആണ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഈ നിഷേധികളുടെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ്. ആരും ഇതൊരു ദുആ ആണെന്ന് കരുതണ്ട. ദുആയുടെ ഒരു ഘടനയാണ് അതിനുള്ളത്. റബ്ബന, ഞങ്ങളുടെ നാഥ, അജ്ജിൽ ലനാ ഖിത്തന, ഞങ്ങളുടെ വിഹിതം ഞങ്ങൾക്ക് ധൃതിയിൽ ഇങ്ങ് തന്നേക്ക്. ഖബ്ല യൗമിൽ ഹിസാബ്, കണക്കെടുപ്പിന്റെ നാളിന് മുമ്പായിട്ട് തന്നെ. ഖിയാമത്ത് നാളിന്റെ ആ സന്ദർഭത്തിന് വേണ്ടിയൊന്നും കാത്തു നിൽക്കേണ്ട, ഞങ്ങളുടെ വിഹിതം ഇപ്പോ തന്നെ ഇങ്ങ് തന്നേക്ക് എന്ന് ധാർഷ്ട്യത്തോടു കൂടി പറയുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നതാണ് അള്ളാഹുടെ പ്രത്യേകം എടുത്തു പറയുന്നത്. നമ്മുടെ കാലഘട്ടത്തില് ഇപ്പോ മലയാളികൾക്ക് സുപരിചിതനായൊരു
ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ്, ഇസ്ലാം വിരുദ്ധനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ എപ്പോഴും കേൾക്കാൻ കഴിയും. ഒരു ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ. അയാളൊക്കെ കാണിക്കുന്ന ഇതിനോട് സമാനമായ ഒരു ധാർഷ്ട്യമാണ്. അപ്പം അതുപോലെയാണ് മക്കയിലെ ആ നിഷേധികളാണ് ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്ക് അങ്ങനെ ഒരു ദൈവിക നടപടി ഉണ്ടാകുമെന്ന യാതൊരു വിശ്വാസവും ഇല്ല, അങ്ങനെ ഒരു കണക്കുകൂട്ടലും ഇല്ല. അതുകൊണ്ട് കണ്ണടച്ച് അവർ പറയുകയാണ്, ഞങ്ങളുടെ നാഥ, അങ്ങനെ ഒരു ശിക്ഷയുണ്ടെങ്കിൽ അതിന് ഖിയാമത്ത് നാള് വരെ ഒന്നും കാത്തു നിൽക്കണ്ട, ഞങ്ങൾക്ക് അത് ഇപ്പോ തന്നെ, ഞങ്ങളുടെ വിഹിതം ഇപ്പോ തന്നെ ഇങ്ങ് തന്നേക്ക് എന്നാണ് അവര് ഞങ്ങളുടെ നാഥ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പറയുന്നത്. അത് അവരുടെ സത്യനിഷേധത്തിന്റെ ആഴവും വ്യാപ്തിയും ഒക്കെ കാണിക്കുന്ന ഒരു സംസാരമാണ്. ചില ആളുകള് യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട്, സത്യം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് വലിയ ധിക്കാരത്തോടുകൂടി, അഹന്തയോടുകൂടി, കിബിറോടുകൂടിയൊക്കെ ഇങ്ങനെയും സംസാരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിലും നമുക്ക് കേൾക്കാൻ കഴിയും. ആളുകൾ അങ്ങനെയാണ്. അവർക്ക് അറിവില്ലെങ്കിൽ അവരുടെ ഉള്ള അറിവാണ് വലിയ അറിവ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവര് പല ധാർഷ്ട്യത്തിനും മുതിരും. അങ്ങനെയാണ് മക്കയിലെ ആളുകൾ ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. വഖാലു, അവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്, റബ്ബന അജ്ജിൽ ലനാ ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഹിതം ധൃതിയിൽ ഇങ്ങ് തന്നേക്ക്. അന്ത്യനാള്, കണക്കെടുപ്പിന്റെ നാള്, പുനരുത്ഥാനത്തിന്റെ നാള് ഒക്കെ സംഭവിക്കുന്നതിന്റെ മുമ്പായിട്ട് തന്നെ, ഇപ്പോ തന്നെ ഇങ്ങ് തന്നേക്ക് എന്നാണ് അവര് പറയുന്നത്. ആ പറയലിന്റെ വളരെ വ്യക്തമായ സൂചന, അങ്ങനെ ഒരു അന്ത്യനാള്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള്, കണക്കെടുപ്പിന്റെ നാള്, രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്നതിന്റെ നാള് ഉണ്ടാകുമെന്ന് അവര് വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവരത് ഉൾക്കൊള്ളാനേ സന്നദ്ധരാകുന്നില്ല എന്നതാണ് അതിന്റെ സൂചന. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്ത് സ്വാദിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.